തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച പണമിടപാട് സ്ഥാപനത്തിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രണ്ടാം ദിവസത്തെ തെളിവെടുപ്പിലും അഫാന്റെ മുഖത്ത് ഭാവവ്യത്യാസമില്ല. പാങ്ങോട് സ്റ്റേഷനിൽ നിന്ന് അഫാനെ ആദ്യം എത്തിച്ചത് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട് നഗരത്തിലെ ഹാർഡ്വെയർ ഷോപ്പിൽ. കടയുടമ അഫാനെ തിരിച്ചറിഞ്ഞു. പിന്നാലെ കൊലപാതക ശേഷം പിതൃമാതാവ് സൽമാ ബീവിയുടെ മാല പണയം വെച്ച പണമിടപാട് സ്ഥാപനത്തിലും തെളിവെടുപ്പിന് എത്തിച്ചു. അഫാൻ സ്ഥിരമായി ഈ സ്ഥാപനത്തിൽ സ്വർണം പണയം വെക്കാറുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ പോലീസ് അഫാനെ പാങ്ങോട് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചു. തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ പാങ്ങോട് സ്റ്റേഷനിലെത്തി അഫാനെ ചോദ്യം ചെയ്തു. ഇന്നലെ പേരുമലയിലെ വീട്ടിൽ അഫാനുമായി തെളിവെടുപ്പ് നടത്തിയപ്പോൾ അഫാൻ പുതിയ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതായാണ് സൂചന. ഇതിൽ വ്യക്തത വരുത്താനാണ് കൂടുതൽ ചോദ്യം ചെയ്യലെന്നും വിവരമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ അഫാനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വെഞ്ഞാറമൂട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഓൾറെഡി അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച പ്രതിയെ നമ്മൾ മറ്റ് കേസുകളിലേക്കും കൂടി കസ്റ്റഡി എടുക്കുന്നതായിരിക്കും. മറ്റ് 4 കൊലപാതക കേസുകളിൽ അഫാനെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. 24 തിരുവനന്തപുരം.